വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ വചനാഗ്നി എന്നാണ്. വചനത്തിൻ്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും വിശ്വാസികളിലേക്കും പകരുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആയതിനാൽ ദൈവവചനം കേട്ട് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ, നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും വിശുദ്ധീകരിക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ആണ് നിങ്ങൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന വിഷയം ദൈവവചനം എങ്ങനെ ഒരുവനെ പരിപൂർണനാക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം എപ്രകാരമാണ് ഒരു വ്യക്തിയെ പരിപൂർണതയിലേക്ക് പ്രാപ്തനാക്കുന്നത് എന്ന് നമ്മൾ അല്പമായി ഇന്ന് ചിന്തിക്കുകയാണ്. സാധു സുന്ദർ സിംഗ് എന്ന ഒരു വ്യക്തി പഞ്ചാബിൽ കഠിനമായ മതഭക്തനായിരുന്ന സിഖ് മതഭക്തനായിരുന്ന സാധു സുന്ദർ സിംഗ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതേ മതത്തിലെ ശക്തരായ മതവിശ്വാസികളായിരുന്നു. ഈ സാധു സുന്ദർ സിംഗ് ഒരു ക്രൈസ്തവ സ്കൂളിലാണ് പഠിച്ചു വളർന്നത്. യുവാവായിരിക്കെ ഈ സുന്ദർ സിംഗിന് സത്യമറിയുവാനായിട്ടുള്ള വലിയൊരു ഉള്ളിലൊരു പ്രേരണയുണ്ടായി. എന്താണ് സത്യം? അപ്പോൾ സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഈ സുന്ദർ സിംഗ് നടത്തുകയുണ്ടായി. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ വായിച്ച് ധ്യാനിച്ച് പഠിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ബൈബിളിലെ സുവിശേഷ താളുകളിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്ന്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷ താളുകളിൽ ഞാൻ ക്രിസ്തു എന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി എന്ന്. അദ്ദേഹം കൂടുതൽ നാളുകൾ തപസ്സിരുന്ന് ഈ ക്രിസ്തു ദർശനം പ്രാപിക്കുവാൻ അദ്ദേഹം പ്രിയമുള്ളവരെ തപസ്സിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ക്രിസ്തു ദർശനമുണ്ടായി. സത്യത്തെ അദ്ദേഹം കണ്ടുമുട്ടി. സിഖ് മതം ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി കർത്താവുമായിട്ട് സ്വീകരിച്ച് ക്രിസ്തു മത വിശ്വാസിയായി മാറുക മാത്രമല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ക്രിസ്തു പ്രഘോഷകനായി അദ്ദേഹം മാറ്റപ്പെടുകയുണ്ടായി. കേരളത്തിലും അദ്ദേഹം ഒരിക്കൽ വരികയുണ്ടായി. അപ്പോൾ
അന്യ മതസ്ഥനായിട്ട് വളർന്നു വന്ന, സിഖ് മതത്തിലെ വിശ്വാസിയായിട്ട് വന്ന ഈ വ്യക്തി ക്രിസ്തുമത ഭക്തനായി, വിശ്വാസിയായി മാറ്റപ്പെട്ടത് ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ വായിച്ചതിലൂടെയാണ്. ഇതിനോട് ചേർന്ന് നമുക്ക് കാണേണ്ട ഒരു കാര്യം, വിശുദ്ധനായ ജെറോം പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യമാണ്, ദൈവവചനത്തോടുള്ള അജ്ഞത ക്രിസ്തുവിനോടുള്ള അജ്ഞതയാകുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആപ്തവാക്യം ലോകപ്രശസ്തമാണ്. അനേകർക്കും ഈ വാക്ക്, അദ്ദേഹം പറഞ്ഞ ഈ വചനം അറിയാം. അത് സത്യമായൊരു കാര്യമാണത്. ദൈവവചനത്തോടുള്ള അജ്ഞത ക്രിസ്തുവിനോടുള്ള അജ്ഞതയാണ്. കാരണം ക്രിസ്തു ദൈവവചനത്തിൽ, പ്രിയമുള്ളവരെ, മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂർത്തീഭവിച്ചിരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ഉള്ളടക്കം തന്നെ ക്രിസ്തു കേന്ദ്രിതമാണ്. ക്രിസ്തു എന്ന നിധി ദൈവവചനത്തിനകത്ത് ഒളിഞ്ഞുകിടക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ആർക്കറിയണം, ആരാണ് യേശുവിനെ അല്ലെങ്കിൽ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തി വചനം വായിച്ചാൽ മതി, വിശുദ്ധ ബൈബിൾ വായിച്ചാൽ മതി. നല്ല ഒരു അന്വേഷണ ബുദ്ധിയോടെ, സത്യമറിയുവാനായിട്ടുള്ള വാഞ്ഛയോടെ ദൈവവചനത്തിൻ്റെ മുൻപിൽ തപസ്സിരുന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അതിലൂടെ അറിയുവാൻ, അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ജെറോം യേശു ജനിച്ച ബെത്ലഹേമിൽ അവിടെ ചെന്ന് ബെത്ലഹേമിലെ ഗുഹയിൽ അനേക വർഷങ്ങൾ തപസ്സിരുന്ന് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും, ദൈവവചനം പഠിക്കുവാൻ അദ്ദേഹം തൻ്റെ ശിഷ്ട ആയസ് മുഴുവൻ മാറ്റിവെച്ച വ്യക്തിയാണ്. ദൈവവചനം വായിച്ച്, ദൈവവചനം പഠിച്ച്, അങ്ങനെ ക്രിസ്തുവിനെ അതിലൂടെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ അറിഞ്ഞ, അനുഭവിച്ച വ്യക്തിയാണ് വിശുദ്ധ ജെറോം. വിശുദ്ധ ജെറോമിനെ കുറിച്ച് സെയിൻറ് അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്, ജെറോമിന് അജ്ഞാതമായ ഒരു ആത്മീയ രഹസ്യങ്ങളുമില്ല എന്ന്. വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം, വലിയ പാണ്ഡിത്യമുള്ള സഭയുടെ വിശുദ്ധനായ വ്യക്തിയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പോലും തൻ്റെ സംശയങ്ങൾ തീർത്തിരുന്നത്, താൻ എപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് വിശുദ്ധ ജെറോമിൻ്റെ പഠനങ്ങളും ഉപദേശങ്ങളുമാണ്. ജെറോം പറയുകയാണ്, തന്നെ ജ്ഞാനിയാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ദൈവവചനത്തിൻ്റെ മുൻപിൽ സമയങ്ങളും ദിവസങ്ങളും നിങ്ങൾ അതിൻ്റെ മുൻപിൽ ധ്യാനിക്കുവാൻ മാറ്റിവെച്ചാൽ ദൈവിക രഹസ്യങ്ങളെ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. ഇതിലൂടെ ദൈവവചനത്തിലൂടെ. തിന്മയെ തോൽപ്പിക്കുവാൻ, പൈശാച ശക്തികളുടെ മേൽ വിജയം നേടുവാൻ ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് വിശുദ്ധ ജെറോം പറയുകയാണ്. അതുകൊണ്ട് അലസനാകാതെ, അലസത തന്നിൽ കയറി വരാതെ അദ്ദേഹം അലസത വെടിഞ്ഞ് മുഴുവൻ സമയവും ദൈവ പഠന വ്യാപാരത്തിൽ അല്ലെങ്കിൽ വ്യാപനത്തിലായിരുന്നു. അങ്ങനെ സഭ കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായി വിശുദ്ധ ജെറോം മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവവചനം നമ്മളോട് പറയുന്നത് പോലെ ദൈവവചനം കേൾക്കുന്ന ആത്മവഞ്ചകർ മാത്രമാകാതെ, ദൈവവചനം കേൾക്കുന്ന ആത്മവഞ്ചകർ നമ്മളാകരുത്. ഇന്ന് സഭയിൽ, ഇന്ന് ഈ കാലഘട്ടത്ത് ദൈവവചനം കേൾക്കുന്ന അനേകർ വർദ്ധിച്ചു വരികയാണ്. നല്ല കാര്യം, അത് വേണം. എന്നാൽ വചനം കേൾക്കുന്നവർ മാത്രമായി മാറുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കാണും. പക്ഷേ ആരും ഈ 4 ദിവസത്തെ 5 ദിവസത്തെ ധ്യാനത്തിനോ കൺവെൻഷനോ പോകുമ്പോൾ ബൈബിളുമായിട്ട് പോകുന്നില്ല. ബൈബിൾ വീട്ടില, വചനവുമായിട്ട് പോകുകയല്ല. വചനപ്രഘോഷണമാണ് കേൾക്കാൻ പോകുന്നത്, പക്ഷെ വചനം കയ്യിലില്ല. കൈയും കെട്ടി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും, കാഴ്ചക്കാരെ പോലെ കേട്ടിട്ട് പോവുകയാണ്. ഒരു ധ്യാനഗുരു പ്രസംഗിക്കുന്നു, അടുത്ത ധ്യാനഗുരു അത് കഴിയുമ്പോൾ പ്രസംഗിക്കുന്നു, അടുത്ത വചനപ്രഘോഷകൻ വീണ്ടും പ്രസംഗിക്കുന്നു. എല്ലാം കേട്ട് കേൾവിക്കാരായി ഇന്ന് സഭാമക്കൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ദൈവവചനത്തെ തൻ്റേതാക്കി മാറ്റുന്നില്ല, തൻ്റെ സ്വന്തമാക്കി മാറ്റുന്നില്ല, ക്രിസ്തുവിൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്നില്ല. ദൈവവചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അത്ഭുതങ്ങൾ, ദൈവവചനത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത്. വചനം മാംസമായി എവിടെ? മറിയത്തിൽ, പരിശുദ്ധ കന്യകാ മറിയത്തിൽ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യകാ മറിയം വചനത്തെ ഏറ്റെടുത്തു, സ്വീകരിച്ചു. അപ്പോൾ ഉദരത്തിൽ ഗർഭം ധരിച്ചു പുത്രൻ. പ്രിയമുള്ളവരെ, ദൈവവചനം ചുമ്മാ കേൾക്കുന്ന കേൾവിക്കാരായി പ്രിയ ക്രിസ്ത്യാനികളെ നമ്മൾ മാറരുത്. അങ്ങനെ നാട് നീളെ ഓടി നടന്ന് വചനം കേൾക്കുന്നവർ മാത്രമായി മാറിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. വീട്ടിലായാലും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ബൈബിൾ ഒന്ന് എടുക്കും, ഒരു ഭാഗം വായിക്കും, അടച്ചു വെക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആയിരം വ്യക്തികളെ, കഠിന ഹൃദയരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. സെൻറ്റ് അഗസ്റ്റിനെ പോലും മാനസാന്തരത്തിലോട്ട് നയിച്ചത് ദൈവവചനം വായിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായത്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരങ്ങളെ, വൈകിട്ട് മാത്രം വചനം ഒരു ഭാഗമെടുത്ത് വായിച്ചിട്ട് മടക്കി വെക്കുന്നവരായി മാറാതെ, ടി വിയിലൂടെയും മീഡിയയിലൂടെയെല്ലാം ചുമ്മാ കൈയും കെട്ടിയിരുന്ന് വചനം കേൾക്കുന്നവർ മാത്രമായി മാറാതെ, നിങ്ങളൊന്ന് തനിച്ചിരുന്ന് മാറിയിരുന്നത് ബൈബിൾ വായിച്ചേ, വചനം വായിച്ചേ. നിങ്ങൾ ജപമാല ചെല്ലുന്നവരാ, അരമണിക്കൂറും 1 മണിക്കൂറും മാറിയിരുന്ന് ജപമാല ചെല്ലുന്നവരാ, 10ഉം 25ഉം ജപമാല ചെല്ലുന്നവരാ. നിങ്ങൾ എത്ര സമയം വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്? ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. തനിയെ പേഴ്സണലായിട്ട് ദൈവവചനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ കരിസ്മാറ്റിക് റിന്യൂവൽ കേരളത്തിൽ അല്ലെങ്കിൽ ആഗോള സഭയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പരിശുദ്ധാത്മാവിനും 2 ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ ഉണർവിനാൽ 1967 സ്റ്റാർട്ടപ്പ് ചെയ്ത ഈ കരിസ്മാറ്റിക് നവീകരണം
അത് പ്രാധാന്യം കൊടുത്തത് ദൈവവചനത്തിന്. കാരണം ആ ദിവസങ്ങളിൽ ആ യുവജനങ്ങൾ ദൈവവചനം വായിച്ച് പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തികൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ വായിച്ചുകൊണ്ടിരുന്ന വചനത്തിന് തീ പിടിച്ച് ആളിക്കത്തി അഗ്നിയായി മാറ്റപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം അവരുടെ എല്ലാവരുടെ മേൽ വ്യാപരിച്ചത്. കേരളത്തിൽ വന്നപ്പോഴായാലും പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും ഇത് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നവീകരണം വളർന്നു വന്നത്. അങ്ങനെയാണ് അതിൻ്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ മുഴുവൻ ധ്യാനകേന്ദ്രങ്ങൾ 105ഓളം ധ്യാനകേന്ദ്രങ്ങൾ വളർന്നു വന്നത്. എന്നാൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചന പഠനത്തിന് ധ്യാനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതശൈലി നയിക്കപ്പെടുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നതിന് ഇന്ന് പരിശീലനം കൊടുക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2 തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം നമുക്ക് ആത്മീയ പരിശീലനം, പക്വതയിലേക്ക് നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ഒരു പരിശീലനം നമുക്ക് നൽകുന്നത് ദൈവവചനമാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. വാക്യം 16 വചനം പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണെന്ന് പറഞ്ഞാൽ ദൈവം നിശ്വസിച്ചതാണ്. ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവവചനങ്ങളെല്ലാം. ആരെങ്കിലും എവിടെയെങ്കിലും കുത്തിയിരുന്ന് എപ്പോഴെങ്കിലും ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല ഇത്. ഒരു വ്യക്തിയുടെ സൃഷ്ടിയല്ല ഇത്. ആരെങ്കിലും ഒന്നിച്ചിരുന്ന് ആലോചിച്ചുണ്ടാക്കി എഴുതിയതല്ല ഇത്. കലാസൃഷ്ടിയോ കഥാസൃഷ്ടിയോ ഒന്നും അല്ല ഇത്. പിന്നെയോ ദൈവത്തിൻ്റെ ശ്വാസമാണിത്. ദൈവം നിശ്വസിച്ചതാണ് ദൈവവചനങ്ങളെല്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ, ആ വിശ്വാസത്തിൽ വേണം ദൈവവചനത്തെ നമ്മൾ കാണാൻ. ദൈവം എന്നോട് സംസാരിക്കുന്നു. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പല ഭാഗങ്ങളും പ്രവാചകന്മാരുടെ ഭാഗങ്ങൾ അവരൊക്കെ എഴുതിയൊക്കെ ആരംഭിക്കുന്നത് കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവം അരുൾ ചെയ്ത് എഴുതപ്പെട്ടതാണ്, ദൈവനിവേശിതമായത്. വിശുദ്ധലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും, പ്രബോധനം, നല്ല പ്രബോധനങ്ങൾ നമുക്ക് കിട്ടും. നല്ല നല്ല ദൈവീകമായ പ്രബോധനങ്ങൾ. ചുമ്മാ ഭൗതികമായ ജഡീയമായ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ നല്ല പ്രബോധനങ്ങൾ, നിങ്ങൾക്ക് നല്ല പ്രബുദ്ധരായി നിങ്ങൾ മാറ്റപ്പെടണോ, അറിവുള്ളവരായി മാറണോ, ദൈവവചനം വായിക്കുക. ശാസനത്തിനും, നമ്മളെ ദൈവം ശാസിക്കും, അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ വെട്ടി ഒരുക്കും എന്ന് ചുരുക്കം. നമ്മളെ വെട്ടി ഒരുക്കും ആരാ? ദൈവവചനം. നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും, നമ്മളെ ശരിയായ പാതയിലൂടെ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും ദൈവവചനം. വീണ്ടും തെറ്റുകൾ തിരുത്തുന്നതിനും, കണ്ടോ, ശാസനത്തിനും തെറ്റുകൾ തിരുത്തി നമുക്കെപ്പോഴും കറക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ കറക്ഷൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. മോനെ അത് ചെയ്യരുത്, തോമസേ അങ്ങനെ പോകരുത്, അത് തെറ്റാണ്, അത് ശരിയല്ല, നല്ലതല്ല, അത് പാപമാണ്, അത് തിന്മയാണ്, ആ വഴിയെ പോകരുത്, ആ ആലോചന നല്ലതല്ല, ആ കൂട്ടുകെട്ട് പാടില്ല, അത് സ്വീകരിക്കരുത്. എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ വചനം ഉണ്ടെങ്കിൽ ആ വചനം നമ്മളെ താക്കീത് ചെയ്യും. നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തരായ മനുഷ്യൻ
പൂർണ്ണത കൈവരിക്കുകയും ദൈവഭക്തരായ ഒരു മനുഷ്യൻ പൂർണ്ണനാക്കപ്പെടുന്നത് ദൈവവചനത്താലാണ്, ദൈവവചനത്തിലുള്ള പരിശീലനത്താലാണ് പൂർണ്ണനാക്കപ്പെടുന്നത്. ഭക്ത അഭ്യാസങ്ങൾ കുറേ നടത്തി അഭ്യാസം കാണിച്ചാലൊന്നും പൂർണ്ണനാക്കപ്പെടുകയില്ല, നിത്യതയിൽ പോകാൻ പറ്റുകയില്ല. മനസ്സിലായി? ഭക്ത അഭ്യാസങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ദൈവവചനത്തെ കയ്യിലെടുക്കുക. ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണനാക്കപ്പെടുന്നത്. ഇപ്പം മാമോദീസ സ്വീകരിച്ച ആ കുഞ്ഞ് അവന് ഒരറിവുമില്ല. അത് എന്താ ഒരു ഏതപ്പാ ഗോതമംഗലം എന്ന് പറഞ്ഞതുപോലെ ഒന്നും അവൻ അറിയാൻ മേല. പക്ഷേ അവൻ ദൈവവൈതലാണല്ലോ, ദൈവവൈതലാണ്. ദൈവ പൈതലാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയാണോ? ഒരു വ്യക്തിയാണ്. പക്ഷേ പൂർണ്ണനാണോ? അല്ല, പൂർണ്ണനല്ല. അവൻ പൂർണ്ണതയിലേക്ക് വളരേണ്ടവനാണ്. ഈ പൂർണ്ണതയിലേക്കുള്ള വളർച്ച സഭയിൽ അവന് കിട്ടണം. അതിന് ഏറ്റവും പ്രധാനമായി അവനെ സഹായിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം വായിച്ചാണ് അവൻ സത്യം അറിയുന്നത്, സത്യം ഗ്രഹിക്കുന്നത്, ജ്ഞാനിയായി മാറ്റപ്പെടുന്നത്. ദൈവത്തിൻ്റെ വഴിയിലൂടെ അവൻ നടത്തപ്പെടുന്നത് ദൈവവചനത്താലാണ്. പൂർണ്ണനാക്കപ്പെടുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിനും പര്യാപ്തനാകുകയും ചെയ്യും. ഒരു വ്യക്തിയെ പര്യാപ്തനാക്കുന്നത്, പൂർണ്ണനാക്കുന്നത്, പെർഫെക്റ്റ് ആക്കുന്നത് ദൈവവചനമാണ്. ഈ വചനമാർക്ക് 2 തിമോത്തി 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം 15-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീ രക്ഷ പ്രാപിക്കുന്നതിനും നിന്നെ ജ്ഞാനിയാക്കുന്ന ദൈവവചനം. ഒരു വ്യക്തിയെ ജ്ഞാനിയാക്കും ഏത്? ദൈവവചനം. ആ ജ്ഞാനിയാക്കുന്ന ദൈവവചനത്തിലൂടെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ കസ്മാറ്റിക് നവീകരണം 85-ലാണ് 86-ലാണ് ശരിക്കൊരു ധ്യാനം ഞാൻ കൂടിയത്. അന്ന് സ്വന്തമാക്കിയ ഒരു ബൈബിളാണ് ഇത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? ആദ്യത്തെ 2-3 പേജുകളില്ല, അവസാനത്തെ വെളിപാടുമില്ല, എല്ലാം കീറിപ്പോയി, മുഴുവൻ ഉപയോഗിച്ച്. അന്ന് നവീകരണ ധ്യാനം കൂടി എല്ലാവരും ആദ്യം സ്വന്തമാക്കുന്നത് ബൈബിളാണ്. എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഞായറാഴ്ച ഇടവ പ്രേ ഗ്രൂപ്പിൽ പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോയി സ്വയം വായിച്ച് ധ്യാനിച്ച് അവിടെ ഷെയർ ചെയ്യും, പങ്കുവയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവവചനത്തിന് ഈ കാലഘട്ടത്ത് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നവരായി മാറണം. അത് നവീകരണത്തിൽ വന്നപ്പോൾ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ വചനവും മാറ്റപ്പെട്ടു, പരിശുദ്ധാത്മാവിലുള്ള ഒരു നടത്തിപ്പ് അത് മാറ്റപ്പെട്ടു. ഇപ്പോൾ വേറെ പല ഭക്തകാര്യങ്ങളും ഭക്താഭ്യാസങ്ങളും കയറി ഏത് നവീകരണത്തിൽ പോലും ധ്യാന കേന്ദ്രങ്ങളിൽ പോലും വന്നുപോയി. ഇത് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. നവീകരണത്തെ മടക്കി നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നവീകരണത്തിനകത്തൊരു നവീകരണം ആവശ്യമാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ, വചനത്തിൽ ജീവിക്കുന്നതിലൂടെ. ദൈവവചനം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, വെളിപ്പാട്, വിസ്റ്റം നമുക്ക് നൽകുന്നു. ഇതാണ് തിന്മയ്ക്കെതിരെ, പിശാചിനെതിരെ ചേർത്ത് നിൽക്കുവാൻ, അവൻ്റെ മേൽ വിജയം നേടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ആയുധം എന്ന് വിശുദ്ധ ജെറോം പറയുകയാണ്. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്നവരെ ഇന്നു മുതൽ കൂടുതൽ സമയം വചനം വായിക്കാൻ, സ്വയം വായിക്കാനും പഠിക്കാൻ അന്വേഷണ ബുദ്ധിയോടെ പഠിക്കുവാനും, റെഫറൻസ് വെച്ച് പഠിക്കുവാനും, ധ്യാനിക്കുവാനും, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, ഈ വചനത്തിലൂടെ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വചനം പഠിക്കുന്നവരായി മാറുക. അത് നിങ്ങളെ ജ്ഞാനിയാക്കി മാറ്റും.
നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. നിങ്ങളെ പരിപൂർണനായ ഒരു ദൈവ പൈതലാക്കി നിങ്ങളെ മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. സ്വദേശത്തും ദേശത്തുമായിരുന്നു കൊണ്ട് കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും നിന്റെ കൃപയൊഴുകട്ടെ. ദൈവവചനത്തെ ദൈവസ്വരമായിട്ട്, ദൈവശബ്ദമായിട്ട് കേൾക്കുവാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തെ, ദൈവസ്വരത്തെ മാതാവ് സ്വീകരിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ മുൻപിൽ, ഞങ്ങളുടെ കൈകളിൽ നൽകപ്പെട്ടിരിക്കുന്ന വചനത്തെ സ്വീകരിക്കാൻ ഈ പ്രിയപ്പെട്ടവരിലേക്ക് ആത്മാവിൻ്റെ വലിയ കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ജ്ഞാനികളാക്കി മാറ്റുന്ന, ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഞങ്ങളെ പരിപൂർണരാക്കുന്ന, വിശുദ്ധിയിലേക്ക് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന കർത്താവേ, ആ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണമേ. വചനം കേൾക്കുന്ന ആത്മവഞ്ചകർ മാത്രമായി മാറ്റപ്പെടാതെ ആ വചനം വായിക്കാനും, സ്വയം വായിക്കാനും, പഠിക്കാനും, ധ്യാനിക്കാനും, വചനത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായി, ദൈവമക്കളായി മാറ്റപ്പെടുവാനും പരിശുദ്ധാത്മാവേ മക്കളെ സഹായിക്കണമേ. ഇവരെ അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലോട്ട് ഇവരെ നയിക്കണമേ. വചനമാണല്ലോ സത്യം, അങ്ങാണല്ലോ സത്യം. അങ്ങയെ കൂടുതൽ അനുഭവിക്കാൻ കൃപ ഇവിടെ മേലൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആത്മാവേ, 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 ശക്തിയോടെ വ്യാപരിക്കട്ടെ. എല്ലാ മക്കളുടെ പേരും വലിയ കൃപ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹവാസവും എല്ലാവരുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ